കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിൽ KSU നേതാവിനെ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചിട്ടില്ലെന്ന റിപ്പോർട്ട്. കോളേജിൽ ഇടിമുറിയില്ലെന്നും യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ VC റിപ്പോർട്ട് നൽകി. ക്യാമ്പസിൽ സംഘർഷമുണ്ടായെന്നും SFI പ്രവർത്തകരാണ് ഇതിന് തുടക്കം കുറിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം ഇടിമുറിയിൽ കൊണ്ടുപോയിട്ടില്ലെന്ന റിപ്പോർട്ട് തള്ളി KSU രംഗത്തെത്തി. KSU നേതാവ് സാൻജോസിനെ കാര്യവട്ടം ക്യാമ്പസിലെ മെൻസ് ഹോസ്റ്റലിലെ 121 നമ്പർ മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചുവെന്നായിരുന്നു KSUവിന്റെ ആരോപണം. എന്നാൽ അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നാണ് സർവകലാശാലയുടെ അന്വേഷണ റിപ്പോർട്ട്. ഹോസ്റ്റലിലെ 121 നമ്പർ മുറി ഒരു റിസർച്ച് സ്കോളറിന് അനുവദിച്ചതാണെന്നും സംഘർഷം നടന്ന ദിവസം ഈ മുറി പൂട്ടിയ നിലയിലായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. ക്യാമ്പസിൽ ഇടിമുറിയില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ റിപ്പോർട്ട് തള്ളി KSU രംഗത്തെത്തി. ഇടത് അധ്യാപകർ മാത്രം ഉൾപ്പെട്ട അന്വേഷണ സമിതി കുറ്റക്കാരായ SFIക്കാരെ സംരക്ഷിക്കുവാനായി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് VCക്ക് സമർപ്പിച്ചതെന്ന് KSU ആരോപിച്ചു. അതേസമയം കോളേജിൽ സംഘർഷത്തിന് തുടക്കം കുറിച്ചത് SFI ആണെന്നും റിപ്പോർട്ടിലുണ്ട്. KSU പ്രവർത്തകയും കോളേജ് ഹോസ്റ്റലിലെ താമസക്കാരിയുമായ വിദ്യാർത്ഥിനിയുടെ സഹോദരൻ സംഭവ ദിവസം കോളേജിലെത്തിയിരുന്നു. ലഗേജും വലിയ ബാഗുകളുമായി എത്തിയ വിദ്യാർത്ഥിനിയെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാൻ ക്യാമ്പസിലേക്ക് പ്രവേശിക്കുന്നതിന് സെക്യൂരിറ്റി ഇയാളെ അനുവദിക്കുകയും ചെയ്തു. മടങ്ങിയെത്തിയ ഇയാളെ SFI പ്രവർത്തകർ തടഞ്ഞു നിർത്തി ബൈക്കിന്റെ താക്കോൽ ഊരിയെടുത്തു. താക്കോലുമായി ഹോസ്റ്റലിലേക്ക് പോയ SFI പ്രവർത്തകർക്ക് പിന്നാലെ KSU പ്രവർത്തകരും ഹോസ്റ്റലിന് മുന്നിലേക്കെത്തി. തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിലേക്ക് വഴിമാറിയതെന്നും VCക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.